നല്ല ആളുകൾ, നല്ല നേതാക്കൾ, നല്ല മെമ്പർമാർ അവരിൽ നിന്ന് പോവുകയാണ്. കാരണം അവരുടെ ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ സംസ്കാരമാണ്. ഒരു കമ്മ്യൂണിസവും ഇല്ല, ഒരു ഇടതുപക്ഷവും ഇല്ല. സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ വഴികളിലൂടെയാണ് കേരളത്തിലെ CPM സഞ്ചരിക്കുന്നത്. എല്ലാത്തിനോട് കോംപ്രമൈസ് ചെയ്യാണ്, വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യാണ്, തീവ്ര വലതുപക്ഷവാദത്തോട് കോംപ്രമൈസ് ചെയ്യാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ, CPMൻ്റെ അടിത്തറ കേരളത്തിൽ ഇളകിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് G സുധാകരൻ്റെ ഇപ്പോഴത്തെ പുതിയ നിലപാടിന്. ഇതിനെ മറയ്ക്കാൻ വേണ്ടി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ജനങ്ങളുടെ ഇടയിൽ പ്രതിഫലിക്കുമ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി ഖജനാവിൽ നിന്ന് കോടികൾ എടുത്തുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. കേരളം ഭരിച്ച ഒരു സർക്കാരും ഖജനാവ് ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടില്ല. ഈ ഗവൺമെൻറ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ PR-ന് വേണ്ടി തന്നെ കോടികളാണ് ഖജനാവിൽ നിന്ന് എടുക്കുന്നത്. തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്ക് അവരുടെ പ്രചരണം നടത്താൻ ഒരു തെറ്റുമില്ല. പക്ഷേ അത് സ്വന്തം പാർട്ടിയുടെ കയ്യിൽ നിന്ന് വേണം പണം എടുക്കാൻ വേണ്ടി. ഇത് ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം കൊണ്ടാണ് പിണറായി വിജയൻ്റെ നേതൃത്വം കൊടുക്കുന്ന CPM-ഉം പ്രചരണം നടത്തുന്നത്. കോടികളാണ് കേരളത്തിൽ അതിനുവേണ്ടി ചിലവാക്കിയത്. ബില്ലുകൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൽ ബില്ല് പാസ്സാവുന്നില്ല. 5 മാസമായി 10 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ബില്ലുകൾ പാസ്സാകുന്നില്ല. 10 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള പല ബില്ലുകളും വാങ്ങിച്ചു വയ്ക്കുകയാണ്. എല്ലാ ദിവസവും ധനകാര്യ വകുപ്പിലെ ഉത്തരവുകളാണ്. പണത്തിൻ്റെ നിയന്ത്രണം, പൈസ ഇല്ലാത്തതുകൊണ്ട് നിയന്ത്രണമാണ്. പക്ഷെ ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ PR പ്രചരണങ്ങളെ ബാധിക്കുന്നില്ല. ഒരു സർക്കാരും ചെലവാക്കിയതിൻ്റെയൊക്കെ അതിൻ്റെ എല്ലാ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം വീടുകൾ ലൈഫിൽ നടത്തി, അതാണ് ഒരു വലിയ പ്രചരണം. 10 കൊല്ലം കൊണ്ടാണ് 5 ലക്ഷം വീട് വെച്ചു എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് നിലവിലിരുന്ന 5 പദ്ധതികൾ കൊണ്ട് 5 വർഷം കൊണ്ട് 4,43,000 വീടുകൾ വെച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഈ മന്ത്രിമാർ തന്നെ തന്ന കണക്കുകളാണ്. അപ്പം 4,43,000 വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാർ വെച്ചു 5 കൊല്ലം കൊണ്ട്. അന്ന് പണി തുടങ്ങിയ വീടുകൾ ഉൾപ്പെടെയാണ്, കുറേ വീടുകൾ ഉൾപ്പെടെയാണ് ഇവരുടെ 10 വർഷത്തെ കണക്കാണ് 5 ലക്ഷം. എന്നിട്ട് ഊതി വീർപ്പിക്കുകയാണ് 5 ലക്ഷം 10 കൊല്ലം കൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 2011 മുതൽ 16 വരെയുള്ള യാതൊരു താരതമ്യമില്ല. പവർ കട്ട് ഒഴിവാക്കിയെന്ന് പറയാണ്. നിങ്ങൾക്ക് എന്താണ് സ്ഥിതി? അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് മുതൽ പവർ കട്ടുണ്ട്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലുണ്ട്. എൻ്റെ കാര്യം, പുറത്തു നിന്ന് വൈദ്യുതി കൊണ്ടുവരാനുള്ള പവർ കോറിഡോർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ, ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ 25 വർഷത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ പുറത്തു നിന്ന് വൈദ്യുതി കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും പവർ കോറിഡോർ റെഡിയായി. അത് തന്നെയാണ് 7 കൊല്ലമായിട്ട് ഈ ഗവൺമെന്റ് നടത്തിയത്. അദാനി കമ്പനിയിൽ നിന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ കരാർ റദ്ദാക്കി. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇല്ല. പവർ കോറിഡോർ ലഭ്യമായതുകൊണ്ട്, പുറത്തു നിന്ന് വൈദ്യുതി ലഭ്യമാകുന്നത് കൊണ്ടുമാണ് പവർ കട്ട് ഇല്ലാതായത്. പണ്ട് പുറത്തു നിന്ന് വൈദ്യുതി മേടിച്ചാൽ അതുണ്ടാകാനുള്ള പവർ കോറിഡോർ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തെറ്റായി വ്യാഖ്യാനിച്ച് ഞങ്ങളുടെ കാലം പവർ കട്ടില്ലാത്ത കാലം, പഴയ കാലം, ഇരുണ്ട കാലം. അച്യുതാനന്ദ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇരുണ്ട കാലമാണല്ലോ കേരളത്തിൽ. വ്യാപകമായ തെറ്റായ പ്രചരണമാണ്. അതുപോലെ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി. വൈദ്യുതി ബോർഡിന്റെ നഷ്ടത്തിലെ 90% കഴിഞ്ഞ വർഷവും 70% ഈ വർഷവും ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തു. മനസ്സിലായില്ലേ? എന്നിട്ട് വൈദ്യുതി ബോർഡ് ലാഭത്തിലാണെന്ന് പറയാണ്. നഷ്ടം ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തു. ഞാൻ എൻ്റെ വീട് നടത്തി കൊണ്ടുപോകുന്നതിൽ 1 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. അത് 90,000 രൂപ ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തിട്ട് ഞാൻ നഷ്ടമില്ലാതെ കടമില്ലാതെയാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്ന പോലെയാണ്. വൈദ്യുതി ബോർഡിന്റെ കടം ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായ? എന്നിട്ട് കള്ളക്കണക്ക് പറയാണ്. വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 47,000 ജീവനക്കാരുടെ KSRTC-യിൽ. ഇപ്പം 22,000 ജീവനക്കാരാ. എവിടെ CITക്കാര്? മിണ്ടുന്നില്ലല്ലോ. എന്നിട്ട് KSRTC ലാഭത്തിലാക്കിയെന്ന് പറയാണ്. വൈദ്യുതി ബോർഡ്, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, KSRTC എല്ലാം തകർത്ത് തരിപ്പണമാക്കി. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായ കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ് സർക്കാർ ചെലവിൽ. അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതേ വർഷം
CPM-ന്റെ പരസ്യമായിട്ട് മാറുകയാണ്. അതേ പരസ്യം ഇപ്പോൾ CPM ഇന്നലെ 2-3 ദിവസമായി ആരംഭിച്ചിരിക്കുന്ന പരസ്യം കഴിഞ്ഞ 3 മാസമായി സർക്കാർ ചെലവിൽ, നമ്മുടെ ചെലവിലാണ് അതേ പരസ്യം നടത്തിയിരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഏറ്റവും വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കാലത്താണ് ഇതുപോലുള്ള ഒരു കൊള്ള, ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ടുള്ള ഈ കള്ളപ്രചാരണം നടത്തുന്നത്. ഇതിനൊക്കെ തക്കതായ തിരിച്ചടി ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും.